പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസിൻ്റെ ഈ പ്രാർത്ഥനയിലേക്ക് ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ കർത്താവായ ഈശോ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. കർത്താവ് എഴുന്നള്ളി വന്നിരിക്കുന്നത് ഒരു അത്ഭുത പള്ളിയിലാണ്. കോഴിക്കോട് ബീച്ചിനടുത്ത് റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡിൽ നിന്നും വേഗം എത്തത്തക്ക തരത്തിലുള്ള മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ, ദൈവമാതാ കത്തീഡ്രലാണ് കർത്താവ് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കാൻ എഴുന്നള്ളിയിരിക്കുന്നത്. നമ്മുടെ ദൈവം അതിശക്തനായ ദൈവമാണ്. എല്ലാ ദിവസവും ഈ പ്രാർത്ഥനയിലൂടെ ജീവിതം ആരംഭിക്കുന്ന എല്ലാ മക്കളെയും തൻ്റെ പൈതൃകമായ സംരക്ഷണം വഴി, തൻ്റെ വലിയ സ്നേഹം വഴി അനുഗ്രഹിക്കാനാണ് കർത്താവ് സത്യമായിട്ടും പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. ഇൻ ദ ബ്ലെസ്സഡ് സാക്രമെന്റ്, പരിശുദ്ധ കുർബാനയിൽ ഈശോ സത്യമായിട്ടും എഴുന്നള്ളിയിരിക്കുന്നത് നിങ്ങളെ ആദിവ്യാധികളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, തളർച്ചകളിൽ നിന്നും, തകർച്ചകളിൽ നിന്നും, കലഹങ്ങളിൽ നിന്നും, ഭിന്നതകളിൽ നിന്നും, അകാരണ ഭയങ്ങളിൽ നിന്നും, അകാരണ ദുഃഖങ്ങളിൽ നിന്നും, നിങ്ങളുടെ ജീവിത മേഖലയിലെ ഓരോ തടസ്സങ്ങളിൽ നിന്ന്, കച്ചവട തടസ്സങ്ങളിൽ നിന്ന്, ബിസിനസിൻ്റെ പുരോഗതിയില്ലാത്ത അവസ്ഥകളിൽ നിന്ന്, എന്ത് ചെയ്തിട്ടും ഗതി കിട്ടാത്ത അവസ്ഥകളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കാനാ. നിങ്ങളുടെ ആത്മീയ മന്ദതകളിൽ നിന്ന്, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ നിന്ന്, ദൈവത്തെ വിളിക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ നിന്ന്, തല ചൂടുപിടിക്കുന്ന അവസ്ഥകളിൽ നിന്ന്, പല വിചാരങ്ങളിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും, നിങ്ങൾക്കെതിരെ ശത്രുക്കൾ പടപൊരുതുമ്പോൾ, നിങ്ങൾക്കെതിരെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, നിങ്ങൾക്കെതിരെ വളരെ രഹസ്യത്തിൽ നിങ്ങളുടെ തൊഴിൽ മേഖലകൾക്കെതിരെ, തൊഴിൽ സാഹചര്യങ്ങൾക്കെതിരെ, നിങ്ങളുടെ ഉയർച്ചയ്ക്കെതിരെ അസൂയകളാലും കണ്ണുവെക്കലുകളാലും ബോധപൂർവം അല്ലാതെയും നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ എല്ലാ കെണികളെയും തകർക്കാനും ബന്ധിക്കാനും ബഹിഷ്കരിക്കാനും ഉച്ചാടനം ചെയ്യാനും കർത്താവ് ഈശോ എഴുന്നള്ളി വന്നിരിക്കുക. നിങ്ങളുടെ ഭർത്താവിനെ മദ്യത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന് മോചിപ്പിക്കുവാനും, നിങ്ങളുടെ ജീവിത പങ്കാളിയെ തെറ്റായ ബന്ധങ്ങളിൽ നിന്നും, തെറ്റായ കാര്യങ്ങളിൽ നിന്നും വിടുതൽ കൊടുക്കുവാനും, കുടുംബത്തോട് ചേർന്ന് നിൽക്കുവാനും, കുടുംബത്തിൻ്റെ വിശുദ്ധി സംരക്ഷിക്കുവാനും കർത്താവ് പ്രത്യേകമാം വിധം അനുഗ്രഹം കൊടുക്കുന്ന ദിവസമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക. അവരാഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ അഡ്മിഷൻ കിട്ടാൻ, അവരുടെ പഠന തടസ്സം മാറാൻ, അവർക്ക് ഒരു തെളിച്ചമുണ്ടാകാൻ, പലവിധ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടാൻ, മൊബൈൽ ഫോണിൻ്റെ, തെറ്റായ ബന്ധത്തിൻ്റെ, തെറ്റായ അറിവിൻ്റെ, തെറ്റായ ബോധ്യത്തിൻ്റെ, തെറ്റായ കാര്യങ്ങൾ, മാതാപിതാക്കളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ, അവരുടെ കോപം, വെറുപ്പ്, മയക്കുമരുന്ന്, തെറ്റായ കൂട്ടുകാർ, അതിൽ നിന്നുള്ള മോചനം കർത്താവിനെ കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പറയുന്നത് അവർ മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ സാത്താൻ അവരുടെ മനസ്സിനെയും അവരുടെ ചിന്തകളെയും അവരുടെ വിചാരങ്ങളെയും ബന്ധിച്ചിട്ടിരിക്കുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന ഒരു വെളിച്ചമായി, ഒരു തെളിച്ചമായി, ഒരു ബുദ്ധിയായി, ഒരു ജ്ഞാനമായി, ഒരറിവായി അവരുടെ മേൽ വരികയാണ്. അവരുടെ ഞരമ്പുകളുടെ മേൽ, അവരുടെ തലച്ചോറിൻ്റെ മേൽ, അവരുടെ ശരീരങ്ങളുടെ മേൽ. പ്രിയപ്പെട്ടവരെ, ഇന്ന് സർജറിക്ക് വേണ്ടി ആശുപത്രികളിലുള്ള എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് ഡെയിലി ഡെലിവറൻസ് ശുശ്രൂഷയെ സ്നേഹിക്കുന്ന, ഇതെല്ലാവരിലും എത്തണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളിലുള്ള രോഗങ്ങൾ, തടസ്സങ്ങൾ, ബന്ധനങ്ങൾ ഇന്ന് കർത്താവ് എടുത്തു മാറ്റുക.
അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ അനുഗ്രഹിക്കപ്പെടുക, അവരുള്ള ആശുപത്രിയും അനുഗ്രഹിക്കപ്പെടുക, ധനം കൊണ്ടും ശ്രമം കൊണ്ടും അവരെ സഹായിക്കുന്നവരെ അനുഗ്രഹിക്കപ്പെടുക, ഭവന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഭവനത്തിൻ്റെ നിർമ്മാണ തടസ്സങ്ങൾ ഈശോ എടുത്തു മാറ്റട്ടെ. തൊഴിലാളികളുടെ ക്ഷാമങ്ങൾ, പണത്തിൻ്റെ ക്ഷാമങ്ങൾ, പറമ്പുണ്ട് പണി ആരംഭിച്ച് അത് പൂർത്തിയാക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒത്തിരി മക്കളുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് അവരുടെ മേൽ ഇറങ്ങി വരിക. ഒരു പുതിയ ഭവനം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുടെ തടസ്സങ്ങൾ മാറട്ടെ. വീടെന്ന് പറയുന്ന ഒരു യോഗമാണ്, അതൊരു കൃപയാണ്. ആ കൃപ അവരിലേക്ക് വന്ന് ചൊരിയട്ടെ, അവരിലേക്ക് ഒരു അഭിഷേകം വരട്ടെ. ബന്ധനങ്ങൾ, തടസ്സങ്ങൾ, ആകുലതകൾ, ആദിവ്യാധികൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, തടസ്സങ്ങൾ, വഴി തർക്കങ്ങൾ, വഴി തടസ്സങ്ങൾ, വാഹനം വാങ്ങാനുള്ള തടസ്സങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. ഒരു പുതിയ വാഹനം വാങ്ങണം, പഴയത് മാറ്റണം, അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇനി പലരുടെയും ജീവിതത്തിൽ എപ്പോഴും അപകടങ്ങൾ, ഇങ്ങോട്ട് വന്നിടിക്കുന്ന കാര്യങ്ങൾ. അപ്പം അങ്ങനെ നിരന്തരമായ അപകടങ്ങളിൽ നിന്നും, അസ്വസ്ഥതകളിൽ നിന്നും, പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും ഈ വചനം കേൾക്കുന്ന, ഈ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. നിങ്ങൾ ഈ ശുശ്രൂഷയിലൂടെ ഈ ദിവ്യകാരുണ്യ യേശുവിനെ നോക്കി ഈശോയെ എന്നൊന്ന് വിളിച്ചാൽ മതി. അപ്പോൾ എല്ലാ ബന്ധനങ്ങൾ, എല്ലാ തടസ്സങ്ങൾ ഉച്ചാടനം ചെയ്യപ്പെടുകയും നിങ്ങൾക്ക് വിമോചനം ലഭിക്കുകയും കരുത്ത് ലഭിക്കുകയും ആത്മബലം കിട്ടുകയും ചെയ്യും. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന വചനം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വചനമാണ്. അവൻ്റെ കീർത്തി, കർത്താവിൻ്റെ കീർത്തി സിറിയയിലെങ്ങും വ്യാപിച്ചു. കാരണം അതൊരു അഭിഷേകമാണ്, അതൊരു അനോയിന്റിങ്ങാണ്, അതൊരു കൃപയാണ്. കാരണം പോസിറ്റീവ് എനർജിയാണ്. കർത്താവിൻ്റെ കീർത്തി ലോകമെങ്ങും വ്യാപിക്കുക. അതങ്ങനെ വ്യാപിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്ന് വചനം പറയാം. എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യതകളാലും അവശരായിരിക്കുന്നവരെ ദുർബോധങ്ങളാൽ, ബാധകളാൽ, സാത്താൻ സേവകളാൽ, കൂടോത്രങ്ങളാൽ, സകലവിധ വ്യാധികളാൽ, അടുത്ത വചനം പറയുകയാണ്, വ്യതകളാൽ, ദുഃഖങ്ങള്, തടസ്സങ്ങള്, ബന്ധനങ്ങള്, മുറിവുകള്, ഒറ്റപ്പെട്ടു പോയത്, വേദനിക്കപ്പെട്ടു പോയത്, നോക്കിക്ക്, എല്ലാവിധ വ്യതകളാലും അവശരായവരെ രോഗങ്ങൾ മൂലം, ശത്രുദോഷം മൂലം, സർപ്പദോഷം മൂലം, വന്യമൃഗങ്ങൾ നിമിത്തം, ക്ഷുദ്രജീവികൾ നിമിത്തം, ഉയർച്ചയില്ലാത്ത അവസ്ഥ, കടബാധ്യതകൾ നിമിത്തം അവശരായവരെയും ഈശോ, പിശാചുബാധിത, സാത്താൻ നേരിട്ട് ആക്രമിക്കുന്നവര്, സാത്താന്റെ ആവാസമുള്ളവര്, കോപം, വെറുപ്പ്, പക, കൊലപാതകം, ആത്മഹത്യ, ദുർമരണങ്ങള്, പെടുമരണങ്ങള്, സാത്താന്റെ ആവാസം, നനച്ചിരിക്കാത്ത സമയത്ത് എല്ലാം തകർത്ത് തരിപ്പണമാക്കുന്ന പൈശാചികമായ ആവാസങ്ങളെയും, അപസ്മാര രോഗികൾ, ശ്വാസം മുട്ടല്, ഞരമ്പിൻ്റെ വെട്ടലുകള്, ലുനാറ്റിക് ഫീവർ, അപസ്മാരത്തെ പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു പീഡ, മരുന്ന് കഴിച്ചിട്ട് മാറാത്ത ആ ഒരു പീഡകളെയും ഈശോ എടുത്തു മാറ്റുക. തളർവാദക്കാർ, നട്ടെല്ല് തളർന്ന് മുട്ടുകാല് വേദന, നടക്കാൻ പറ്റുന്നില്ല, കൈ ഉയർത്താൻ പറ്റുന്നില്ല, ശരീരം ഉയർത്താൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ പറ്റുന്നില്ല, മക്കൾക്ക് വേണ്ടി ജോലി എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കുടുംബനാഥന്മാർ, കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്തവർ, തളർവാദക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവരെ സുഖപ്പെടുത്തി. ഇന്ന് അവൻ നിങ്ങളെ സുഖപ്പെടുത്തുന്നു. വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും യേശു നിങ്ങളെ ഇന്ന് സുഖപ്പെടുത്തുന്നു. മക്കളെ, സാധിക്കുന്നവര് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്
പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, യേശുവിൻ്റെ ആത്മാവേ, അത്ഭുതങ്ങളുടെ ആത്മാവേ, രോഗശാന്തിയുടെ ആത്മാവേ, പിശാചു ബഹിഷ്കരണത്തിൻ്റെ ആത്മാവേ, വ്യതകളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ആത്മാവേ, ഐശ്വര്യം കൊടുക്കുന്ന ആത്മാവേ, സമ്പൽ സമൃദ്ധി കൊടുക്കുന്ന ആത്മാവേ, പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോമിശിഹായുടെ നാമത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ മിഖായേലിൻ്റെയും വിശുദ്ധ റഫേലിൻ്റെയും വിശുദ്ധ ഗബ്രിയേലിൻ്റെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനയുടെ ശക്തിയാൽ ഈ മക്കളെ ബാധിച്ചിരിക്കുന്ന സകലവിധ കെട്ടുകളെയും പൈശാചിക ആവാസങ്ങളെയും കൂടോത്രങ്ങളെയും മന്ത്രവാദങ്ങളെയും ആവിചാരങ്ങളെയും ശത്രുദോഷങ്ങളെയും ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ കെണികളെയും നിരന്തരമായ അപകടങ്ങളെയും അസ്വസ്ഥതകളെയും നെഗറ്റീവ് എനർജികളെയും തെറ്റായ ബോധ്യങ്ങളെയും തെറ്റായ അറിവുകളെയും എനിക്ക് ലഭിച്ച എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ കത്തോലിക്ക സഭയുടെ നാമത്താൽ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ യേശുവിൻ്റെ നാമത്താൽ ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ ശക്തിയാൽ ഞാൻ കൽപ്പിക്കുന്നു. ഈ മക്കളുടെ ആത്മാവിനെയോ ശരീരത്തെയോ മനസ്സിനെയോ ജീവിത സാഹചര്യങ്ങളെയോ ബിസിനസ്സിനെയോ ജോലിയെയോ വിവാഹ ജീവിതത്തെയോ തടസ്സപ്പെടുത്തുന്ന എല്ലാവിധ നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ ഈ മക്കളിൽ നിന്ന് വിട്ടുപോകാൻ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു, വിടുവിക്കുന്നു, ഉച്ചാടനം ചെയ്യുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ്, അത്ഭുതകരമായ വിടുതൽ, അത്ഭുതകരമായ സൗഖ്യം. മാരക രോഗങ്ങളെ, ക്യാൻസർ രോഗങ്ങളെ, ട്യൂമറുകളെ, അലർജികളെ, അപസ്മാര രോഗങ്ങളെ, ക്യാൻസറുകളെ, കാലുവേദനകളെ, മുട്ടുവേദനകളെ, ഉദരസംബന്ധമായ രോഗങ്ങളെ, കിഡ്നി രോഗങ്ങളെ, ലിവർ രോഗങ്ങളെ, എന്തു തന്നെയായിരുന്നാലും കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ ഈ മക്കളിൽ നിന്നും വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.